ഇറാന്റെ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എല്ലാ പദ്ധതികളും പാളുകയും പൊളിയുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇക്കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പറഞ്ഞത്, ഞങ്ങളുടെ ഒരു വലിയ വ്യൂഹം തന്നെ മിഡിൽ ഈസ്റ്റിന്റെ കടലുകളിലുണ്ട്, ഇറാനെ ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഏതു നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാമെന്നും ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സംസാരം ട്രംപ് തവണകളായി പറയുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇറാനെതിരെ ശക്തമായി ഭീഷണികൾ മുഴക്കുന്ന ട്രംപിനെതിരെ ഇറാനും വളരെ ശക്തമായി ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് പറയുന്നു, ഞങ്ങളുടെ വ്യൂഹം അവിടെയുണ്ട്, ഇറാൻ പക്ഷേ ഞങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്ന്. ഇത്തരത്തിൽ തന്നെ ഒരു വാർത്ത ഒരു US ഉദ്യോഗസ്ഥനെ, പേര് പറയാത്ത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ വാഷിംഗ്ടൺ ടെഹ്റാനുമായി ഒരു ചർച്ചയ്ക്കുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്ന വാർത്തയും US മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഭീഷണികൾക്കിടയിലുള്ള ഒരു ചർച്ചക്കും ഇറാൻ തയ്യാറല്ല എന്ന്, അത് തീർച്ചയായും അതിനെ നിരസിച്ചുകൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇറാനെ പരമാവധി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പേടിപ്പിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരാറിലേക്ക് എത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പദ്ധതിയും പാളാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധമാണെങ്കിൽ യുദ്ധം, അതിന് വളരെ ശക്തമായ തിരിച്ചടി ഞങ്ങൾ ഏൽപ്പിക്കുക തന്നെ ചെയ്യും, ഞങ്ങളിൽ മാത്രം യുദ്ധം ഒതുങ്ങുകയില്ലെന്നും മേഖലയിലാകെ യുദ്ധം പടരുമെന്നും മേഖലയിലെ നെയ്ബർ രാഷ്ട്രങ്ങൾക്കൊക്കെയും ഇറാൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ സൗദി പ്രിൻസിനെ MBSനെയും കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ശക്തമായ സന്ദേശം തന്നെയാണ് ഇറാന്റെ പ്രസിഡന്റ് സൗദി രാജാവിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഞങ്ങൾക്കിഷ്ടം സമാധാനത്തിന്റെ പാതയാണ്, പക്ഷെ ഞങ്ങളുമായി ഒരു യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആരുടെ മണ്ണിൽ നിന്നാണോ ഞങ്ങളെ അടിക്കുന്നത് അവരെ ഞങ്ങൾ അടിക്കും എന്നത് ഞങ്ങളുടെ എക്കാലത്തെയും നയമാണ്. പക്ഷെ അതുമാത്രവുമല്ല, ഞങ്ങളെ അടിക്കുന്ന സമയത്ത് യുദ്ധം ഞങ്ങളിൽ ഒതുങ്ങുകയില്ലെന്നും അത് ഈ പ്രദേശങ്ങളിലൊക്കെയും വ്യാപിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശമാണ് സൗദിക്കും കൊടുത്തത്. പക്ഷെ സൗദി രാജാവ് ഇത്തരത്തിൽ ഏതു സമാധാന പ്രക്രിയക്കും ഇറാന്റെ കൂടെ നിൽക്കുമെന്നും ഞങ്ങളുടെ മണ്ണോ ഞങ്ങളുടെ ആകാശമോ ജലാതിർത്തികളോ ഇറാനെ ആക്രമിക്കുവാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ലെന്ന ഒരു കൃത്യമായ സന്ദേശവും കൈമാറി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ട്രംപിന് എല്ലാ രീതിയിലും കാര്യങ്ങൾ നടക്കാത്ത, ട്രംപിന്റെ ഒരു പദ്ധതിയും നടക്കാത്ത ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അമേരിക്ക കാത്തുസൂക്ഷിക്കൽ ആവശ്യമായ അമേരിക്കൻ നാറ്റോ ഇതര സഖ്യരാജ്യങ്ങളായ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെയും ഈ ഒരു യുദ്ധം വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വെനിൻസുലയിൽ പോയി അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുവരുന്നത് പോലെയല്ല. ഈ ഇറാൻ എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള, അത്യാവശ്യം ആയുധങ്ങളുള്ള, ലോകത്ത് തന്നെ എണ്ണപ്പെടുന്ന IRGC പോലെയുള്ള ഒരു സൈന്യമുള്ള ഒരു വലിയ രാജ്യമാണ്. അത് മാത്രവുമല്ല, ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ ചുറ്റുപാടുമുള്ള ഇറാന്റെ പ്രോക്സികൾ ഉറഞ്ഞുതുള്ളും. ഹൂത്തികളെ പോലെയുള്ള, ഹിസ്ബുള്ളയെ പോലെയുള്ള ആളുകളൊക്കെയും യുദ്ധത്തിലേക്ക് വരികയും, ഒരു ഇറാഖിലെ മിലീഷ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മേഖലയിലാകെ ഒരു തുറന്ന യുദ്ധമായിരിക്കുമെന്നാണ്. അത്തരത്തിൽ ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വട്ടമല്ല 10 വട്ടം ആലോചിച്ച് ചെയ്യേണ്ട വിഷയമാണ്. എന്നാൽ ഇറാനെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒരു കരാറിലേക്ക് എത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഭീഷണിപ്പെടുത്തലിന്റെ കരാറിന്റെ വഴി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ നയം വളരെ വ്യക്തമാണ്, ചർച്ചകൾ ഭീഷണികളുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം അബ്ബാസ് അറാഖ്ചി പറഞ്ഞത്. യുദ്ധം തടയുന്ന അന്താരാഷ്ട്ര നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഏതൊരു പ്രക്രിയക്കും ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ട് കീഴ്പ്പെടുത്തി കളയാമെന്നുള്ള ഒരു നയത്തിനും ഇറാൻ കീഴ്പ്പെടുകയില്ല എന്ന മെസ്സേജാണ് അബ്ബാസ് അറാഖ്ചി അമേരിക്കക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തുർക്കി വിദേശകാര്യമന്ത്രി പറയുന്നത്, അമേരിക്ക ഏതെങ്കിലും രീതിയിൽ ഇറാനുമായി ചർച്ച നടത്തിക്കൊണ്ട് ഒരു യുദ്ധം ഒഴിവാക്കണമെന്നും ഇതൊരു യുദ്ധത്തിന്റെ സമയമല്ലെന്നുമാണ് ഈ തുർക്കി വിദേശകാര്യമന്ത്രി പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്നായി അടിച്ചേൽപ്പിക്കുമ്പോൾ ഇറാൻ ഒരിക്കലും അത് ഏറ്റെടുക്കുകയില്ലെന്നും
ഓരോന്നോരോന്ന് മെല്ലെ സംസാരിച്ചുകൊണ്ട് ഇറാന്റെ വഴിയിലേക്ക്, ഇറാനുമായി ചർച്ച നടത്തി അമേരിക്ക ഒരു എഗ്രിമെന്റിൽ എത്തണമെന്നുമാണ് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി പറയുന്നത്. അതുപോലെ തന്നെ ഇറാനോടൊരു ഉപദേശം തുർക്കി നടത്തുന്നത് മേഖലയിലുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കണമെന്നും നിങ്ങളിൽ അവർക്ക് വലിയ അവിശ്വാസമുണ്ടെന്നും നിങ്ങൾ വിശ്വാസ്യത വളർത്തിയെടുക്കേണ്ട കാര്യം ഞാൻ ഇറാനിൽ കഴിഞ്ഞ കാലത്ത് പോയപ്പോൾ തന്നെ അവരോട് നേരിട്ടും പറഞ്ഞിട്ടുള്ളതാണ് എന്നൊരു പ്രസ്താവനയും തുർക്കി വിദേശകാര്യമന്ത്രി നടത്തി. ഓരോന്നോരോന്ന് അവരോട് പറയുക, അതുപോലെ തന്നെ അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ചർച്ചകൾ പരാജയപ്പെട്ടു പോകുന്നത്. ഇത് ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു മറുപടിയും ഉണ്ടായിട്ടുണ്ട്. അബ്ബാസ് അറാഗ്ചി പറയുന്നു, ഭീഷണികളും അമിതാവശ്യങ്ങളും കുറക്കുമ്പോഴാണ് ചർച്ചകൾ വിജയിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ അമേരിക്ക മുന്നോട്ട് വെക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊരിക്കലും ഇറാൻ വീഴുന്ന വഴിയല്ല. അതായത് അമേരിക്കയുടെ ഒരുപാട് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നും ആണവായുധത്തിലേക്ക് ഒരിക്കലും ഇറാൻ കടക്കാൻ പാടില്ലെന്നും അതുപോലെ തന്നെ ദീർഘദൂര മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ പാടില്ലെന്നും പ്രോക്സികളുമായി ഇത്തരത്തിൽ ഒത്തുചേർന്ന് പ്രോക്സികൾക്ക് സഹായം നൽകിക്കൊണ്ട് ഹൂത്തികളെയും ഹിസ്ബുള്ളയെയൊക്കെ വളർത്തുന്നതിൽ നിന്ന് ഇറാൻ വിട്ടുനിൽക്കണമെന്നും ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ. ഇതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് തന്നെ അറിയാം, ഒരു രാജ്യം അവരുടെ പ്രതിരോധത്തിന് വേണ്ടി മിസൈൽ സംവിധാനം വികസിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്ന ഒരു വിഷയമേ അല്ല. ഇത് തീർച്ചയായും ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ആഗ്രഹമാണ്. ഇസ്രയേലിലേക്കും മറ്റുമൊക്കെ ഇറാൻ തവണകളായി ആക്രമണം നടത്തുന്നത് കൊണ്ട് തന്നെ ഇനിയും മിസൈൽ സംവിധാനത്തിൽ ഇറാൻ വലിയ പുരോഗതി കൈവരിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഭീഷണിയായിരിക്കുമെന്നും അതുപോലെ തന്നെ ആണവായുധം വഹിച്ചുകൊണ്ടുള്ള മിസൈൽ സംവിധാനങ്ങളിലേക്കും മറ്റുമൊക്കെ ഇറാൻ കടന്നു കഴിഞ്ഞാൽ ഇസ്രയേലിന് അത് ഭീഷണിയാകുമെന്ന് വെച്ചുകൊണ്ട് ഇസ്രയേലിന് എന്തും വികസിപ്പിക്കാമെന്നും ഇറാനിന് ഒന്നും വികസിപ്പിക്കാൻ അനുവദിക്കുകയില്ലെന്നുമുള്ള ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഒരു കാടത്ത ആഗ്രഹമാണ് ട്രംപിനെ ഇത്തരത്തിലേക്ക് അമേരിക്കയെ നയിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ആവശ്യങ്ങൾ ഇറാനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങളൊരു എഗ്രിമെന്റിലേക്ക് എത്തുകയില്ല എന്ന് തന്നെയാണ് എന്ന മെസ്സേജാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. സമാധാനത്തോടുകൂടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള അതൊക്കെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന ഒരു മെസ്സേജും അബ്ബാസ് അറാഗ്ചിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. യുദ്ധമാണെങ്കിൽ യുദ്ധം തന്നെ, ഞങ്ങളുടെ തിരിച്ചടി അത് എക്കാലത്തും ഇറാനിൽ നിന്ന് കണ്ടതിനേക്കാൾ അപ്പുറമായിരിക്കും എന്ന ഒരു മെസ്സേജും ഇറാന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ എല്ലാ രീതിയിലും ഇറാൻ വിഷയത്തിലും ഇറാൻ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ സഹായം ഇതാ എത്തിക്കഴിഞ്ഞു, നിങ്ങൾ ഗവൺമെന്റ് സംവിധാനങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ പിടിച്ചെടുക്കുക എന്ന് ഈ പ്രതിഷേധക്കാരോട് ട്രംപ് പറഞ്ഞെങ്കിലും ഒരു സഹായവും ട്രംപിന് എത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇറാൻ അത് വളരെ വിജയകരമായി പ്രൊട്ടസ്റ്റുകളെ നിയന്ത്രിക്കുകയും അവിടെ ഇപ്പോൾ സമാധാനപരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതുമാത്രവുമല്ല, ആ വിഷയത്തിൽ പരാജയപ്പെട്ട ട്രംപ് അവിടെ ഇറാനെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തി കളയാമെന്ന ഒരു എഗ്രിമെന്റിൽ എത്തിക്കളയാമെന്ന ആവശ്യവുമായാണ് എബ്രഹാം ലിങ്കണും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രൂപ്പ് ഷിപ്പുകളുമൊക്കെ യുദ്ധവിമാനങ്ങളുമായി മിഡിൽ ഈസ്റ്റിലേക്ക് വിട്ടത്. ആ ഒരു കാര്യവും പാളാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഇത് മാത്രവുമല്ല, ലോകാടിസ്ഥാനത്തിൽ തന്നെ ട്രംപ് പാളിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് മേൽ ചുമത്തിയ വലിയ ചുങ്കം അതിന് മറുപടി എന്നോണം ഇന്ത്യ ഇപ്പോൾ യൂറോപ്പുമായി വളരെ വലിയ ഒരു കരാറിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ യൂറോപ്പുമായി ഇപ്പോൾ കുറച്ചു കാലങ്ങളായി നമുക്കറിയാം ട്രംപും അമേരിക്കയും തെറ്റിയിരിക്കുകയാണ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ. ഇത്തരത്തിൽ ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കയുമായി തെറ്റി നിൽക്കുന്ന യൂറോപ്പ് ട്രംപിൻ്റെ നയങ്ങൾക്കെതിരായി ഇപ്പോൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമർ ഇപ്പോൾ ചൈനയിലാണുള്ളത്. ചൈനയുമായി വ്യാപാര കരാറിലെത്തുവാനും ചൈനയുമായി ബന്ധം സ്ഥാപിക്കുവാനും ഒക്കെ യൂറോപ്പും ശ്രമിക്കുമ്പോൾ തീർച്ചയായും ലോകാടിസ്ഥാനത്തിൽ തന്നെ ട്രംപിൻ്റെ പദ്ധതികൾ പാളിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.